ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ആപ്സരസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. ഇന്ന് ശനിയാഴ്ച കേട്ടോ. അപ്പോൾ ശനി ഞായറോടെ ചേർത്തിട്ടൊരു വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ദേവുന് ഇന്ന് ഈ ഒരു പാവ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അവൾ ഇതുവരെ ഈ പാവ മാത്രം വെളിയിൽ കൊണ്ടുപോയിട്ടില്ല. ബാക്കി എല്ലാ പാവകളും അവൾ ഓൾറെഡി എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തോണ്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ അപ്പായും മോളും സെയിം കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ ഡ്രസ്സിൽ ഒരു വര പോലെ ആ ഒരു ചുമപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഇവർ രണ്ടും ഇങ്ങനെയാണ്. ചിലപ്പോൾ എന്നെ നിർബന്ധിക്കും ഇടാനായിട്ട്, ഇല്ലെങ്കിൽ അപ്പായെ നിർബന്ധിക്കും ഇടാനായിട്ട്. അപ്പോൾ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതല്ല അത് നമ്മളിപ്പോൾ പോകുന്നത് വാൾമാർട്ടിലോട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ളത് വാൾമാർട്ടാണ്. 2 മൈൽ. 2 മൈലെന്ന് പറഞ്ഞാൽ ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും 3 കിലോമീറ്ററാണോ അടുത്തെന്ന്. പക്ഷേ ഇവിടത്തെ വെച്ച് നോക്കി ഇതാണ് ഏറ്റവും അടുത്തത് കേട്ടോ. അപ്പം മോൾക്ക് ഇപ്പോൾ പോകുന്ന വഴിക്ക് സ്പീഡിൽ പോകുന്നതാണ് അവൾക്ക് ഇഷ്ടം. അപ്പം എനിക്ക് സ്പീഡിൽ പോകുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞങ്ങൾ മിക്കവാറും അതിന് വഴക്കാണ്. ഫാസ്റ്ററിൽ പോകണ്ട, ഫാസ്റ്ററിൽ പോയാൽ ആക്സിഡന്റ് വരും. വേണ്ട വേണ്ട, ഫാസ്റ്റ് വേണ്ട വേണ്ട വേണ്ട. ഈ ശനി ഞായറും കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് കുറേ കടകൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ഗ്രോസറി ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കടകളും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പോകുന്ന വഴിക്കാണെങ്കിൽ നിങ്ങൾ മേളിലല്ല നേരെ നോക്കിയാൽ കാണാം വലിയ ജയൻറ്റ് വീല്. അത് ഇവിടുത്തെ മെയിൻ ഒരു പാർക്കാണ്, ഐക്കോൺ പാർക്ക് എന്ന് പറയും. അവിടെ പോയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര മിനിറ്റ് അതിനനുസരിച്ച് റൈഡ് ചെയ്യാൻ പറ്റും. അതൊരു തവണ ഞങ്ങൾ പോയി ചെറിയൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും അധികം ആൾക്കാർ കണ്ടിട്ടില്ല തോന്നുന്നു. അത് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് തന്നെ വാൾമാർട്ട് എത്തി. ഇത് കാണുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നും, പക്ഷെ പെട്ടെന്ന് എത്തും കേട്ടോ. അങ്ങനെ വാൾമാർട്ടിൽ നമ്മൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദേവുവിന് ഹെയർ കട്ട് ചെയ്യാനാണ്. അപ്പം അതിനകത്ത് ഒരു ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതായത് വാൾമാർട്ടിനകത്ത് തന്നെ കുറേ കടകളുണ്ട്. വാൾമാർട്ട് മാത്രമല്ല, അതിനകത്തും കടകളുണ്ട്. അപ്പോൾ അതിലൊരു കടയിൽ പോയിട്ട് ഞാൻ നേരത്തെ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ പോയിട്ടുള്ളൊരു കട. അപ്പോൾ അവിടെ കുട്ടികളുടെ മുടി വെട്ടുമോ നോക്കാനാണ് മെയിനായിട്ട് വന്നത്. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അവിടെ വെട്ടത്തില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഐബ്രോസ് മാത്രം കുറേ നാൾ കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് ചെയ്യുന്നത്. ഞാൻ ചിലപ്പം നമ്മുടെ റേസർ വെച്ച് ജസ്റ്റ് ഷേപ്പ് ചെയ്യത്തേ ഉള്ളൂ എപ്പോഴും. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വന്നത്. വെള്ളമോ അതെന്തോന്ന് പറയാ, ഐസ് ബാഗ്സ്. ഇതിനകത്താണെങ്കിൽ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് മക്ഡൊണാൾഡ്. നമ്മൾ സാധാരണ ഇവിടുത്തെ നമ്മുടെ KFC ഒക്കെ പോലെ ഇവിടുത്തെ KFC പക്ഷെ അത്ര എനിക്കിഷ്ടമല്ല കേട്ടോ കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇവിടെ മക്ഡൊണാൾഡ് പിന്നെയും കുഴപ്പമില്ല. നമ്മുടെ സാധാരണക്കാരുടെ കടയാണ് കേട്ടോ ഇവിടെ മക്ഡൊണാൾഡ്. സാധാരണ റേറ്റൊക്കെ ഉള്ളു. നാട്ടിൽ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആണെങ്കിലും ഇവിടെ അത് സാധാരണ ഒരു കട തന്നെ കേട്ടോ. അത് മിക്കവാറും മിൽക്ക് ഷേക്കൊക്കെ നമ്മൾ അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്, കുടിക്കാറുണ്ട് കേട്ടോ. മിൽക്ക് ഷേക്ക് ദേവുവിന് ഇഷ്ടമാണ് കേട്ടോ, അതിലത്തെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് ക്യൂക്കുംബർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് കുറച്ച് എടുത്തു. അത് കഴിഞ്ഞ് സ്ട്രോബെറി എടുക്കാൻ പോയതാണ് ഞാൻ. പിന്നെ ഞാൻ ആലോചിച്ച് നമ്മൾ കോസ്കോയിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിലും നല്ല റേറ്റ്, അതായത് അധികം റേറ്റ് ഇല്ലാതെ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാൽ അതിൽ വെറുതെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് അവകാഡോയും വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് മെയിനായിട്ട് കോസ്കോയിൽ നിന്ന് അവയുടെ അടുത്തുള്ള പ്രശ്നം അതൊരു 7-8 എണ്ണം കാണും, പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും. അപ്പോൾ ഈ 7-8 എണ്ണം എന്തായാലും എനിക്കൊരു 1 ആഴ്ച 1.5 ആഴ്ച വേണ്ടി വരും തീർക്കണമെങ്കിൽ. അപ്പോഴത്തേക്ക് ഇത് അഴുക്കാവും. അപ്പം ഞാൻ മിക്കവാറും ഇവിടുന്ന് 2-3 എണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ദേവു അവിടുത്തെ ബേക്കറി സെക്ഷൻ ഉണ്ട്. അവിടെ ആണെങ്കിൽ ഇതുപോലെ കപ്പ് കേക്ക് ഇരിക്കുന്ന കണ്ടിട്ട് ദേവുവിന് സഹിക്കാൻ പറ്റുന്നില്ല, അവൾക്ക് വേണമെന്ന്. ഞാൻ നോക്കുമ്പോൾ അതിലൊന്നു പോലും ഒരു 12 എണ്ണം സെറ്റായിട്ടുള്ള കപ്പ് കേക്കേ ഉള്ളൂ, അല്ലാതെ 1-2 അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെന്തെങ്കിലും ഒരു കപ്പ് കേക്കായിട്ട് വലുതൊരെണ്ണമുണ്ട്, അതെടുക്കാമെന്ന് വിചാരിച്ചപ്പം അവൾക്കത് അത് ആദ്യം വേണമെന്ന് പറഞ്ഞത് അവൾക്ക് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവസാനം
ഹസ്ബൻഡ് വന്ന് കൺവിൻസ് ചെയ്ത് ഡോണറ്റ് വാങ്ങിച്ചായിരുന്നു. ഡോണറ്റ് ആകുമ്പോൾ നമുക്ക് അത് ഒരെണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അവിടുത്തെ നമ്മുടെ ഷെൽഫിൽ അവർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അത് പാക്ക് ചെയ്തെടുത്തുകൊണ്ട് നമുക്കത് ബില്ല് ചെയ്താൽ മതി. അപ്പോൾ അത് എടുക്കാനായിട്ടാണ് നമ്മളവിടെ പോയത്. അങ്ങനെ അവിടെ പോയിട്ട് ഡോണറ്റെല്ലാം എടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഹെയർ കട്ടിൻ്റെ കാര്യം ദേവുവിനോട് പറഞ്ഞപ്പോൾ അവൾ സത്യത്തിൽ ഇത് സമ്മതിച്ചില്ല. അപ്പം പിന്നെ ഞങ്ങളിങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നല്ലതാ, മുടി നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുവിധമൊക്കെ ആൾ സമ്മതിച്ചു കേട്ടോ. സാറിന് ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ഫ്രൂട്ട്സ് ഇതെടുത്തു, പക്ഷേ ഇറ്റാലിയൻ സീസണിങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മിക്കവാറും പാസ്ത ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ അത് അടിപൊളിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആകെ ഒറ്റ പീസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് എനിക്കത് കിട്ടി കേട്ടോ. അതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. $1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കുറവാണല്ലോ, അത്രയേ ഉള്ളായിരുന്നു അതിൻ്റെ വില. പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടല്ലോ, ചിക്കനൊക്കെ അവർ ഫ്രൈ ചെയ്യുന്ന പോപ്കോൺ ചിക്കന്, പിന്നെ റോസ്റ്റ് ചെയ്ത ഫുൾ ചിക്കൻ, അതൊക്കെ ഇവിടെ വെക്കും കേട്ടോ. അതൊക്കെ വേണ്ടവർക്കും അത് വേണേലും എടുക്കാം കേട്ടോ. ഈ പോപ്കോൺ ചിക്കനൊക്കെ $1 ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേവുവിനെ ഞങ്ങൾ കൺവിൻസ് ചെയ്യുവാണ് മുടി വെട്ടാൻ. ആദ്യം സമ്മതിച്ചു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മനസ്സ് മാറ്റും. അവളിങ്ങനെ ഒരു വേണോ വേണ്ടയോ എന്നുള്ള ഒരു ടെൻഷനിലാണ് അവൾ നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, അവൾക്ക് സമയം കൊടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി തുടങ്ങട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വെട്ടാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര വെയിൽ. അകത്ത് കയറിയതും ഫുള്ള് വെള്ളം കൂടിയായിരുന്നു ഞങ്ങൾ, അത്ര വെയിലായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് പാർക്കിലാണ്. അപ്പോൾ മോളെ കുറച്ചാളായി പാർക്കിൽ കൊണ്ടുപോയിട്ട്, അപ്പം എന്നാൽ അവിടെ കൊണ്ടുപോകാന്ന് മേടിച്ച് പോയതാണ്. അവിടെ ചെന്നപ്പോൾ സത്യം പറയാനില്ല, പിള്ളേർ ഭയങ്കര കുറവായിരുന്നു. എത്ര 3-4 പിള്ളേരെ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ ഈ പാർക്ക് ഫുള്ള് എപ്പോഴും നിറഞ്ഞായിരിക്കും കേട്ടോ. നല്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നി. ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 4 മണി 4:30 ഒക്കെ ആയിട്ടുള്ളൂ. നല്ല ചൂടാണ്. ഒരു 6-6:30 കഴിഞ്ഞിട്ട് വരുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് തണുപ്പല്ല, ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ആറി തണുത്തിട്ടായിരിക്കും വരുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു പാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എത്ര പാർക്ക് ഉണ്ടെങ്കിലും ഈ പാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. മെയിനായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഈ ലേക്കിൻ്റെ സൈഡിലാണ് ഈ ഒരു പാർക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊരു ഭയങ്കര സ്പേഷ്യസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പാർക്കിൻ്റെ സ്ലൈഡിൻ്റെയൊക്കെ മുകളിൽ അവരൊരു എന്താ പറയുന്ന ഒരു ഷെയ്ഡ് പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് വലുതായിട്ട് വെയിലടിക്കത്തില്ല. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ വെയിൽ വരത്തുള്ളൂ. അപ്പം അവൾ കുറേ നേരം അവിടെ കളിച്ചു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. പിന്നെ ഈ പാർക്കിൻ്റെ താഴെ ഇട്ടേക്കുന്ന ഈ റബ്ബറി സാധനം ഉണ്ടല്ലോ, അത് ഈ മാറ്റ്, അത് കാരണം കൊണ്ട് തന്നെ കുട്ടികൾ വീണാലും വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും പോയി നമ്മൾ ഇരുന്നിട്ട് അവർ തന്നെ പോയി അവരുടെ കളി കളിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അങ്ങനെ വേണ്ട, ആ ബിഗ് സ്ലൈഡിൽ കയറി അതാദ്യം. ഇതുവഴിയാ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പുറത്തോടെ പോ, ഒന്നുകൂടെ കയറി മേളിപ്പോ അതിലേക്ക് തന്നെ സ്റ്റെയറിൽ കയറിയിട്ടേ. ഇവിടെ ഉണ്ട്. ഇരിക്കണോ? അവിടുന്ന് കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവ് ക്ഷീണിച്ചൊരു കോലമായിട്ടോ.
അവസാനം നമ്മൾ പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ പാർക്കിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ കുട്ടികളുടെ ഈ വാട്ടർ സ്പ്ലാഷ്, എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ടില്ല, അങ്ങനെ ആണോ എന്ന്, വെള്ളം വെച്ച് കുഞ്ഞു പിള്ളേർ, വലിയ പിള്ളേരല്ല, കൊച്ചു പിള്ളേരുടെ വാട്ടർ വെച്ചിട്ടുള്ള കളികളൊക്കെ ഉണ്ട്. അത് കാണാൻ നമ്മൾ പോയി. ഞാൻ ദേവുവിന് സത്യം പറഞ്ഞാൽ സ്വിമ്മിങ് ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി കേട്ടോ. എപ്പോഴും ഓർക്കും, മറന്നു പോകും. അതുകൊണ്ട് എടുത്തിരുന്നെങ്കിൽ അവളെ അതിനകത്ത് ഇറക്കാറ്. നമ്മളെ തോർത്തും ഒന്നുമില്ല കയ്യിൽ, അതുകൊണ്ട് പിന്നെ നമ്മളത് അവളെ അതിനകത്ത് വിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ളതൊരു ലൈബ്രറി. എവിടെ വന്നാൽ എപ്പോഴും ഞാൻ അവിടെ വന്ന് നോക്കും കേട്ടോ. പക്ഷെ മിക്കവാറും എടുക്കാറൊന്നുമില്ല കേട്ടോ. വലിയ വലിയ കഥകളൊന്നും ഞാൻ എടുക്കാറില്ല. എന്തെങ്കിലും മാഗസീൻ അങ്ങനെയൊക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മുടെ വെളിയിൽ തന്നെ അവർ ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവ് കുറേ നേരമായിട്ട് കുടിക്കുക, ക്ഷീണം കാരണം. അപ്പോൾ അവിടെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഞാൻ ദേവിനോടും കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നുണ്ട് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യുക, അവർ സമാധാനമായിട്ട് കഴിക്കട്ടെ എന്ന്. ഭയങ്കര നല്ലൊരു ക്വാളിറ്റി അല്ലേ. അപ്പോൾ അവരത് അത്രയും നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അവൾ കുറേ നേരം എടുത്താൽ കുടിച്ചത്, അത്രയും നേരം അവർ വെയിറ്റ് ചെയ്തു. അവർ തന്നെ പറയുന്നുണ്ട് കുഴപ്പമില്ല, എനിക്കറിയാം കുട്ടികൾ ഇങ്ങനെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ കുറേ കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങിയത്. അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു. നല്ല ആൾക്കാരല്ലേ. ഹലോ ഹസ്ബൻഡാണെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ പാർക്കിലോട്ട്. ആള് കാറിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. രാവിലെ 6 മണിക്ക് ക്രിക്കറ്റ് കളിക്കാൻ എണ്ണീറ്റുണ്ട്. ഉറക്കം ശരിയാകാത്തോണ്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞങ്ങൾ ആ സമയം കൊണ്ട് എല്ലാം ചെയ്ത് ഇറങ്ങി കേട്ടോ. ഇനി കാണിക്കുന്നത് ഞായറാഴ്ചത്തെ വ്ളോഗാണ്. അന്നും കുറച്ച് സാധനം വാങ്ങിക്കാറുണ്ടായിരുന്നു. മെയിനായിട്ട് കോസ്കോയിൽ പോകണം. പിന്നെ ദേവുവിൻ്റെ കുറച്ച് ചില്ലറ സാധനങ്ങൾ, ക്രയോൺസ്, അതുപോലത്തെ സ്കെച്ചൊക്കെ, അതുപോലത്തെ സാധനം വാങ്ങിക്കണം. പിന്നെ ഒരു കുട്ടി ഡിന്നറും അതുമായിരുന്നു പ്ലാൻ. അപ്പം നല്ല വെയിലാട്ടോ ഇവിടെ. അയ്യോ, എനിക്കാണെങ്കിൽ വെളിയിൽ ഇറങ്ങുന്നതെന്ന് ആലോചിക്കുമ്പോഴേ ഇപ്പം വെയിലാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഞങ്ങൾ ദേവ് അന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉറക്കം കാര്യമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മുഖമൊക്കെ ഒരുമാതിരി പാടിയിരിക്കുക കേട്ടോ ആള്. ആരാത് മോൻ്റെ കയ്യിലിരിക്കുന്ന ആരാ? ഓറഞ്ച് ചൂട്ടനോ? ഫ്രണ്ടാണോ? വെച്ചോ വെച്ച് നോക്ക്. എടാ ഭയങ്കര ചെറുതായോ? മറ്റേ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. അവിടെ കോസ്കോയിലെത്തിയതും ദേവു ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കുട വാങ്ങിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. നല്ല വെയിലാണല്ലോ, ആൾക്ക് വെയിൽ കൊള്ളുന്നത് ഭയങ്കര ദേഷ്യം കേട്ടോ. അതുകൊണ്ട് അത് മേടിച്ച് ആദ്യമേ ആള് നടക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ കോസ്കോയിൽ കയറണമെങ്കിൽ കാർഡ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇവിടുത്തെ കോസ്കോ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ പർച്ചേസ് ചെയ്യണം കേട്ടോ. ഇയർലി ആണ് അത് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പം അത് ദേവുവിന് അത് സ്വൈപ്പ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഇന്ന് അവളെ കൊണ്ടാണ് അത് സ്വൈപ്പ് ചെയ്യിച്ചത് കേട്ടോ. ഇത് കൊച്ചു കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇപ്പം ആദ്യം കാണുന്നത് ഫാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ വെയിലാണെന്ന്, അതുകൊണ്ട് തന്നെ ഫാനൊക്കെ ആദ്യം വെച്ചേക്കുന്നത്. ഇപ്പം ഈ ഒരു കറങ്ങുന്ന ഫാൻ കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. അത് ഈ കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഫാനും ലൈറ്റും കൂടെ, രണ്ടും കൂടെ ഉള്ള ടൈപ്പാണ്. പിന്നെ ഒരെണ്ണം കണ്ടില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്താണെങ്കിൽ ഈ ഫാൻ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു റോഡ് പോലെ ഇരിക്കും, അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഒരു ക്യൂട്ടൊരു കുഞ്ഞു ഫാൻ, റൊട്ടേറ്റ് ചെയ്യുന്ന ഫാൻ, അത് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം ചിലപ്പോൾ പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് യൂസ് ആയിരിക്കും. ഇവിടെ പൊതുവെ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലാതെ. എല്ലാവരും ഉള്ളിൽ ഓഫീസ് AC-ക്കകത്തൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല യൂസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മളുണ്ടല്ലോ അവിടെ കയറി വരുമ്പോൾ തന്നെ ഈ ലോഞ്ച് സെറ്റോ എന്താ എനിക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല, അത് നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ കൈ വന്നിട്ട് ഇത് സ്വെറ്റ് ഷർട്ട് പോലെ തന്നെയാണ്, സ്വെറ്റ് ഷർട്ടാണ് സത്യത്തിൽ. അതും പിന്നെ അതിൻ്റെ പാൻറ്റും കൂടെ പെയറാണ് കേട്ടോ. അത് രണ്ടും കൂടെ ചേർത്തിട്ട് $19 അടുപ്പിച്ച് ഉണ്ട് കേട്ടോ. അതിൻ്റെ 3 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, പിന്നെ ഒരു ക്രീമുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. വേണേൽ നമുക്ക് ഇപ്പം
ഇത് യൂസ് ഇല്ല, നല്ല വെയിലായതുകൊണ്ട്. പക്ഷെ വിൻ്ററൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിരിക്കും ഇത്. പിന്നെ വീട്ടിൽ നമുക്ക് നൈറ്റ് ഡ്രസ്സ് പോലെയൊക്കെ ഇടാനും നല്ലതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ സാധാരണ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്തോട്ട് ഈയിടെയായിട്ട് പോകാറില്ല. പിന്നെ ഇപ്പം ജസ്റ്റ് ചുമ്മാ പോയിട്ട് എന്താ പറയുന്നത്, അവിടെ മാക്ബുക്കും ഐപാഡും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ. ഞങ്ങൾ നോക്കുന്നതിനെക്കാട്ടി ദേവ് അതിനകത്ത് ഗെയിം എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നെ കിച്ചണിൻ്റെ സൈഡിലോട്ടാണ് പോയത്. കിച്ചണിൻ്റെ ഭാഗത്തോട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ദേവുവിന് ഈ കബോർഡ് കണ്ടത്. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് തുറക്കുക അടയ്ക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ഫർണിച്ചർ ഇതുപോലെ കുറേ ഇടത്ത് പുതുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വില കൂടുതലായിരിക്കും ഇവിടെ. പൊതുവെ ഫർണിച്ചേഴ്സിന് നല്ല വില കൂടുതലായിരിക്കും, പക്ഷെ ക്വാളിറ്റി അതിനനുസരിച്ച് ഉണ്ടാവും കേട്ടോ. പിന്നെ നേരെ നമ്മൾ ഫർണിച്ചറിൻ്റെ സൈഡിലോട്ടാണ് പോയത്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും അടുക്കളയിലെ സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ നോക്കുന്നത്. അപ്പം ഞാൻ ഇത് കോമ്പാക്റ്റ് ആയിട്ടുള്ള എയർ ഫ്രയർ വന്നിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. അത് മോളിൽ നിന്നായിരിക്കും മറ്റേ എയർ ഫ്ലോ വരുന്നത്. നല്ല ഇപ്പോൾ കുറേ പേര് അത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ എയർ ഫ്രയർ തന്നെ മൈക്രോവേവ് ഓവനില്ലേ, അതേപോലെ മോഡലിലൊക്കെ വരുന്ന ടൈപ്പ് എയർ ഫ്രയറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കോഫി മേക്കർ, അതല്ല കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ യൂട്ടൻസിൽ സെറ്റ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് ഏത് കറികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ഇപ്പം തന്നെ വീട്ടിൽ കുറേ ഉണ്ട്. ഇനിയും വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് യൂസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങിക്കാത്തത് കേട്ടോ. പിന്നെ കുറേ ക്യാൻഡിൽ, ഇവിടെ ഇതുപോലെ ക്യാൻഡിൽ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ക്യാൻഡിലൊക്കെ കേട്ടോ. അത് മണമൊക്കെ ഉള്ള ടൈപ്പൊക്കെ അതൊക്കെ കുറേ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഞാൻ അതടുത്ത് ഒരു സ്റ്റീലിൻ്റെ കപ്പ് ശ്രദ്ധിച്ചത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ചായക്ക് കുടിക്കുന്ന കപ്പ് പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ പക്ഷേങ്കിലും എന്താ പറഞ്ഞ, അതിൻ്റെ ആ ഒരു പിടിയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കട്ട് പോലെ ഉണ്ട്. ആ പിടിയിൽ തന്നെ ഒരു കട്ട് പോലെ ഇങ്ങനെ എന്തോ കയറ്റിയിടുന്ന പോലത്തെ. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ടൈമാണ്, സെപ്റ്റംബറാണ് ഇവിടുത്തെ സ്കൂൾ ഓപ്പണിംഗ് ടൈം. അപ്പോൾ അതുകൊണ്ട് കുറേ ലഞ്ച് ബോക്സസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ദേവുവിന് അതിൽ നല്ല കണ്ണുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേണ്ട, ഇവന് എന്തായാലും ലഞ്ച് ഇല്ല. ജെവിന് ഇപ്പോൾ സ്കൂളിലല്ല, പ്രീ സ്കൂൾ വിടുന്ന ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ലഞ്ചിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. പിന്നെ നമ്മൾ ഈ വലിയ ഫ്ലാസ്ക് 2 ലിറ്ററിൻ്റെ ഫ്ലാസ്കാണ് ഇത്. അതാണെങ്കിൽ ഇത് ഫ്ലാസ്ക് മാത്രമല്ല, അതിനകത്ത് 3 ഗ്ലാസും വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സെറ്റ് സാധനമാണ് അത്. അതിന് ഏകദേശം $18-19 ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു വിലയ്ക്ക് അത് നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ കുറേ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ജഗ്ഗും പിന്നെ ഗ്ലാസ് വിത്ത് അടപ്പ്. അതെനിക്കൊന്ന് സിലിക്കോൺ ടൈപ്പ് മെറ്റീരിയലാണ്, ജാറും ഒക്കെ അങ്ങനത്തെയൊക്കെ എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ലഞ്ച് ബോക്സസ് അവിടെ കുറേ അവൾക്ക് ഇഷ്ടപ്പെട്ട്, ക്യൂട്ട് അതെല്ലാം കാണാൻ. പക്ഷെ അതൊന്നും അവൾക്കിപ്പോൾ വേണ്ടാത്തതുകൊണ്ടാണ് നമ്മൾ എടുക്കാഞ്ഞത്. പിന്നെ അതുപോലെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ സ്നാക്ക് ബോക്സ്, പിന്നെ അല്ലാതെ പുറത്ത് വെക്കുന്ന ഡ്രൈഡ് നമ്മുടെ നട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന ടൈപ്പ്, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ, അടിപൊളിയാണ്. അവിടുന്ന് നേരെ നമ്മൾ സാധാരണ നമ്മൾ പോകാറുള്ളത് വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലായിരുന്നേ. അപ്പോൾ ഇപ്പോൾ കുട്ടികളുടെ സെക്ഷൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് പോയത് കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ മോളുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മോളുടെ ഓരോ ഡ്രസ്സ് കണ്ടാൽ എടുക്കാനും ഒക്കെ. ഞാനാണ് പിന്നെ എന്തിനാണ് എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ആളെ എത്ര എണ്ണം വേണേലും എടുക്കും, അങ്ങനെ ഒരു ടൈപ്പാട്ടോ. പക്ഷേങ്കിൽ അവൾക്ക് ഡ്രസ്സൊന്നും വേണ്ട, അവൾക്ക് കളിപ്പാട്ടം മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവസാനം ഒരു കൺവിൻസ് ചെയ്ത് ഒരു ഡ്രസ്സ് മാത്രം എടുത്തു. അത് സെറ്റാട്ടോ, 3 വീതമുള്ള സെറ്റാണ്. അത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷനിലാണ്. ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ഇവിടെ വരുന്നത് തന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അവർ
ഞങ്ങളിങ്ങനെ വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നത് ലാസ്റ്റ് സെക്ഷനിൽ ഇതൊക്കെ വെക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ട് ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടല്ലേ അവിടെ ചെല്ലത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവകാഡോ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് 7-8 എണ്ണം ഒരുമിച്ചാണ്. അപ്പോൾ പക്ഷെ അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ ഇത്തവണയാണെങ്കിൽ ഈ ഡാർക്ക് കളറുള്ള നല്ല പർപ്പിൾ കളറിലുള്ള ഒനിയൻ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാറില്ല കേട്ടോ. ആ സവാള മറ്റേതാണ് എടുക്കാറുള്ളത്, ലൈറ്റ് കളറാണ്. ഇത്തവണ ഞങ്ങൾ എന്തായാലും നമ്മുടെ പർപ്പിൾ കളറുള്ള സവാള എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ആണെങ്കിൽ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തങ്ങ. അപ്പോൾ ഇത്തവണ അതിൻ്റെ ചെറുതുണ്ടായിരുന്നു, അത്യാവശ്യം ചെറിയത്. പൊതുവെ വലുതാണ് കാണുന്നത്, അതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പോലും സ്ഥലം കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുള്ളതുകൊണ്ട് ഇതെടുക്കാമെന്ന് വെച്ചു. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് മഞ്ഞ കളറാട്ടോ. അപ്പം അത് പക്ഷേങ്കിൽ നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ ഉള്ളു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മറ്റേ ഈ സ്ട്രോബെറിയും ബ്ലൂബെറിയൊക്കെ അവർ കൂൾ സോണിലാണ് വെക്കുക. അതായത് നല്ല തണുപ്പുള്ള ഒരു വലിയ റൂമുണ്ട്, അതിലാണ് വെക്കുക. അവിടെ നോക്കുമ്പോൾ നമ്മുടെ റംബൂട്ടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ മോള് സമ്മതിക്കുന്നില്ല. അവൾക്കത് അതിൻ്റെ ആ ഷേപ്പ് കണ്ടിട്ട് പേടി വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് എടുപ്പിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചുമ്മാ ബേക്കറിയുടെ സെക്ഷനിലൊക്കെ കറങ്ങുന്നത് പതിവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം കുക്കീസൊക്കെ എപ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. വെറൈറ്റി ബേക്കറി സെക്ഷനിൽ വെറൈറ്റി ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പം പക്ഷേ ഇത്തവണ എനിക്കൊന്ന് 3-4 ടൈപ്പ് കുക്കീസ് ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കാണാത്തയാണോ എന്നറിയത്തില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതൊരു നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഫിഷും എല്ലാം കിട്ടും കേട്ടോ. പക്ഷേ വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ എടുക്കാഞ്ഞു. പിന്നെ വലിയ ചെമ്പല്ലി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം പറ്റിയത്, ഞങ്ങൾ കഴിഞ്ഞ കണക്ക് പോയപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കുറേ ഫിഷ് വാങ്ങിച്ചത് ഫ്രിഡ്ജിലുണ്ട്. അപ്പം പിന്നെ ഇതെടുത്തിട്ട് എല്ലാം കൂടെ തീരത്തില്ലല്ലോ, അതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ. പക്ഷെ ഇത്തവണ നല്ല ഫിഷ് ചെമ്പല്ലി നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതുവരെ കോസ്കോയിൽ കാണാത്ത ഒരു ഐറ്റം ഇവിടെ കണ്ട്, അത് ഇന്ത്യൻ ഐറ്റം. അതാ നമ്മുടെ ദോശ ബാറ്റർ, ഇഡ്ഡലി ദോശ ബാറ്റർ ആദ്യമായിട്ടാട്ടോ ഇവിടെ വരുന്നത്. പക്ഷെ ഞാൻ വാങ്ങിയില്ല, ഞാൻ വീട്ടിലാണ് ഉണ്ടാക്കാറ്. ഇനി അടുത്ത തവണ വല്ലതും വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ആണെങ്കിലുണ്ടല്ലോ നമ്മുടെ ദുബായ് ചോക്ലേറ്റ് ഇല്ലേ, അതും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ $18-19 $18 ആയിരുന്നു. അത് നമുക്കത് വേണ്ട, നമ്മുടെ ഡയറ്റാണല്ലോ, നമ്മൾ അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ എഗ്ഗിൻ്റെ സെക്ഷനിൽ വന്നപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു, ഗ്രീൻ കളർ എഗ്ഗ്, എന്തോ ഒരു വെറൈറ്റി എഗ്ഗ് ആട്ടോ. പക്ഷേ നമ്മൾ നോർമൽ എഗ്ഗ് തന്നെയാണ് എടുത്തത്. സാധാരണ നമ്മൾ നാടൻ മുട്ട കിട്ടും മഞ്ഞ കളറിലുള്ള, പക്ഷെ ഇന്ന് അത് തീർന്നു. ഇവിടെ അത് കിട്ടാറേ ഇല്ല, ഈയിടെയായിട്ട് കിട്ടത്തേ ഇല്ല, പെട്ടെന്ന് തീരുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കുറേ എണ്ണം പൊട്ടിയതായിരുന്നു, കുറേ തപ്പിയിട്ടാണ് നമ്മൾ പൊട്ടാത്ത സെറ്റ് നോക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പോയാൽ എപ്പോഴും വാങ്ങിക്കാറുള്ളത് നമ്മുടെ വെള്ളമൊക്കെയാണ്. ഇത്തവണ വെള്ളം കൂടാതെ പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ഒരു ലിക്വിഡുണ്ട്, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഞാനിങ്ങനെ പോയപ്പോഴാണ് ഓസി ബൈറ്റ്സ് എന്ന് കണ്ടത്. ഇത് ഞാൻ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇത് നല്ലതാണ് കേട്ടോ, ഇത് സ്നാക്കാണ്. പക്ഷേ ഇത് ഇച്ചിരി കലോറി കൂടുതലാണ് സംഭവം. വൺസ് ഇൻ എ ഡേ നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല, ഒന്നിൽ കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ല ഹെവിയാണത്. പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് അറിയാമല്ലോ, കോസ്കോയിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ആ ബില്ലെല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ 5 ബിലോ എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ആ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ആ കടയിലെ എല്ലാ സാധനങ്ങളും $5 $5 താഴെയായിരിക്കും. ഒരെണ്ണം പോലും $5 മുകളിൽ ഉണ്ടാവില്ല. അതാണ് 5 ബിലോ എന്ന് പറഞ്ഞത്. നമുക്ക് കുട്ടികളുടെ അല്ലറ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ, കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ, കുഞ്ഞു എന്താ പറയുക സ്കെച്ച്, അതൊക്കെ വാങ്ങിക്കാൻ ബെസ്റ്റ് ഇതാട്ടോ. ഇതുകൊണ്ട് ഡോളർ ട്രീ ഉണ്ട്. ഡോളർ ട്രീയിൽ മിക്കതും $1 കിട്ടും. പക്ഷെ അവിടെയും $10 അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം $5 താഴെ ആയിരിക്കും കേട്ടോ. അപ്പം കയറി വന്നപ്പോൾ ഉണ്ടല്ലോ കുഞ്ഞ് എറേസർ, അതായത് കുട്ടി 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 എറേസേഴ്സ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പേസ്റ്റൽ കളറിലുള്ള സ്കെച്ചസൊക്കെ, എനിക്ക് ആ കളർ കണ്ടിട്ട് ഇഷ്ടമായി. ദേവന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ വിചാരിച്ചു വേണ്ട, അവൾക്ക് ഇപ്പോഴേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആപ്പിളിൻ്റെ ടൈപ്പുള്ള ക്ലിപ്പുകൾ,
അതൊക്കെ അടിപൊളിയായിരുന്നേ. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ചൂലും പിന്നെ അതുപോലെ എന്താ പറയുക ഡസ്റ്റ് എടുക്കുന്ന ആ സാധനം ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുട്ടികൾക്ക് ടേബിളിന് മണ്ടയ്ക്ക് വെക്കുന്ന കുഞ്ഞു ക്യൂട്ട് ലാമ്പുകളും ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ ഒരു സെക്ഷനിൽ മൊത്തവും കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവുന് അധികം ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓൾറെഡി കുറേ ടോയ്സ് അവൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി അതൊന്നും വാങ്ങിക്കത്തില്ല, നിനക്ക് ഒന്നെങ്കിൽ സ്റ്റോറി ബുക്ക് അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് എന്തെങ്കിലും സംഭവം മാത്രമേ വാങ്ങിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഒരു ബോൾ എവിടുന്നോ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. നല്ല നമ്മൾ ഈ മുള്ളംപന്നിയുടെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെയൊക്കെ ഈ നമ്മുടെ ഉത്സവത്തിനൊക്കെ കാണുന്ന സാധനം. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പക്ഷെ അത് വാങ്ങിയില്ല കേട്ടോ, അത് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ സ്കെച്ചും ബുക്സും പെയിൻ്റൊക്കെ ഉള്ള സെക്ഷനിലാണ് പോയത്. അപ്പം പിന്നെ അവിടെ കുറേ നേരം തപ്പിയിട്ട് അവൾക്ക് നേരത്തെ ഒരു ബോർഡുണ്ട്, ഈ മാഗ്നറ്റിക് റൈറ്റിംഗ് ഉണ്ടല്ലോ, ആ മാഗ്നറ്റിക് പെന്നുണ്ട്, അത് വെച്ച് റൈറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗം മാത്രം ഡാർക്ക് കളറിൽ വരും, അങ്ങനത്തെ ബോർഡ്. പക്ഷെ അതിൻ്റെ ആ നിബ് അവളുടെ ഒടിഞ്ഞു പോയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വെർഷൻ ഉണ്ടായിരുന്നു, അത് ഒരെണ്ണം വാങ്ങി. സ്റ്റോറി ബുക്ക് വാങ്ങി. പിന്നെ എന്നിട്ട് ഞങ്ങൾ ഈ മുഖംമൂടിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ കുറേ മുഖംമൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ സാധനമാണ് സ്റ്റിച്ച്, അത് നല്ല രസമാണ്. സ്റ്റിച്ച് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ നമ്മളെ പോക്കിമോമിൻ്റെ അതിനകത്ത് പിക്കാച്ചു, സൂപ്പർ മാരിയോയ്, അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിരുന്നു. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ടായിട്ടാണ്. പിന്നെ ദേവുവിന് കുറേ നാളുകൊണ്ടുള്ള ഒരാഗ്രഹമാണ് നമ്മൾ ഊതത്തില്ലേ, നമ്മൾ ഉത്സവത്തിനൊക്കെ കൊണ്ടുവന്ന ഊത്ത്. പക്ഷെ ഇവിടെ അത് കിട്ടുന്നേ ഇല്ലായിരുന്നു. ഞാൻ ആമസോണിലൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പക്ഷെ ഇന്ന് ഇവിടെ അത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾക്ക് വാങ്ങി കൊടുത്തു കേട്ടോ. ഇപ്പോഴും അതൊക്കെ എപ്പോഴും ഊതിക്കൊണ്ട് നടക്കാറുണ്ട്, ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. അങ്ങനെ 1-2 സാധനം എടുക്കാൻ വന്ന ഞങ്ങൾ അവസാനം ദേവുവിന് കുറേ സാധനം എടുത്തു കേട്ടോ. അങ്ങനെ ബില്ലടിക്കാൻ നേരത്തെ ഞാനിവിടെ പൊതുവെ അംബ്രല്ല കണ്ടിട്ടേ ഇല്ലേ കടകളിലൊന്നും ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ അത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു. $5 ഉള്ളായിരുന്നു. അംബ്രല്ലായും ഉണ്ടായിരുന്ന, റെയിൻകോട്ട, അങ്ങനത്തെ സംഭവമൊക്കെ. അതെല്ലാം കണ്ടിട്ട് ഞാനാണ് ഇന്ന് ബില്ലടിക്കുന്നത്. ഞാൻ പൊതുവെ ഹസ്ബൻഡാണ് അടിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് അടിക്കാമെന്ന് പറഞ്ഞു ഞാനാണ് ബില്ലൊക്കെ അടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും ലഞ്ച് വാങ്ങിച്ചോണ്ട് ലഞ്ചല്ലല്ലോ, ഡിന്നറിൻ്റെ സമയമായി. ഡിന്നർ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ കാവ, ഞാൻ ഒത്തിരി തവണ കാണിച്ചിട്ടുണ്ട് കാവ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് ഫുഡ് കഴിക്കാൻ. നല്ല ടേസ്റ്റ് വേണം, നല്ല ഹെൽത്തി വേണം, നല്ല രസമാണ് അവിടുത്തെ ഫുഡ്. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും അവിടെ പോയി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ റൈസും ചിക്കനും കുറച്ച് വെജിറ്റബിളും ഒക്കെ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അത് പാഴ്സൽ എടുത്ത കേട്ടോ അവർ. പിന്നെ ഇവർക്ക് 2 പേർക്കും ആണെങ്കിൽ ജ്യൂസും വാങ്ങി. ഞാൻ എടുത്തില്ല, ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. നല്ല രീതിയിൽ അവർ നല്ല മധുരം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി മധുരമാണ് അതിനകത്ത്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ. അങ്ങനെ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിയിട്ട് അങ്ങ് തിരിച്ച് വന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. പിന്നെ ഒരു കാര്യമുണ്ട്, അടുത്ത വ്ളോഗിൽ ഞാൻ ദേവുവിൻ്റെ സ്കൂൾ ഓപ്പണിങ്ങും ദേവുവിൻ്റെ സ്കൂളിലെ വിശേഷമൊക്കെ ആയിരിക്കും ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗ് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാമേ. താങ്ക് യു.